നമസ്കാരം. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ മിക്കവാറും വ്യൂവേഴ്സിൻ്റെ ഒരു കോമൺ ചോദ്യം എന്നുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ ലോൺ റേറ്റ്സ് അടുത്ത കാലത്ത് കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഏതാണ്ട് 2 വർഷമായി ഇൻട്രസ്റ്റ് റേറ്റ്സ് ലെൻഡിങ് റേറ്റ്സ് ഹാവ് ബീൻ മൂവിങ് അപ്പ്. അത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 7 to 9% ആവറേജ്. ഇന്ത്യയിലെ മിക്കവാറും ബാങ്കുകൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് വർഷങ്ങളായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് MCLR ബേസിലാണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിങ് റേറ്റ്സ്. അതായത് അവരുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ഫണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബാങ്കും അവരവരുടെ ലെൻഡിങ് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ആ ലെൻഡിങ് റേറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്സിൻ്റെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കൂടി തന്നെ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ഒരു ആഗോളതലത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഫെഡറൽ റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് 50 ബേസിസ് പോയിൻറ്റ്, 0.5% പോയിൻറ്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് വളരെ 25 ബേസിസ് പോയിൻ്റ് ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അതിലും വലിയ രീതിയിലുള്ള 50 ബേസിസ് പോയിൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആഗോളതലത്തിൽ ഗ്ലോബലി വളരെ വലുതായിരിക്കും. ഇന്ത്യയിലും US ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു റേറ്റ് ആക്ഷനെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യാനാണ് സാധ്യത. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു കണക്കനുസരിച്ച് 25 to 50 ബേസിസ് പോയിൻറ്റ് റിപ്പോ റേറ്റ് റിഡക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഓവറോൾ ബാങ്ക്സിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കുറയ്ക്കുകയും ബാങ്ക്സ് അവരുടെ ലെൻഡിങ് റേറ്റ്സ്, ലോൺ റേറ്റ്സ് കട്ട് ചെയ്യാനുള്ള സാധ്യത വരികയും ചെയ്യും. എത്രത്തോളം ബാങ്ക്സ് ലെൻഡിങ് റേറ്റ്സ് കട്ട് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഇനീഷ്യലി ഒരു 10 to 25 ബേസിസ് പോയിൻറ്റ്സ് എങ്കിലും ബാങ്ക്സ് ലോൺ റേറ്റ്സ് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് വളരെ കൂടുതലാണ്. ഇത് പറയുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, RBI കഴിഞ്ഞ 2 വർഷം ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഹൈ ആയതുകൊണ്ടാണ്, പണപ്പെരുപ്പം. പക്ഷേ കഴിഞ്ഞ ഒരു 2 മാസമായി ഇൻഫ്ലേഷൻ ഒരു 4%, റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4% കീഴെ വന്നിട്ടുള്ള സാഹചര്യമാണ്. മാത്രമല്ല ഫുഡ് ഇൻഫ്ലേഷൻ, ഭക്ഷണ സാധനങ്ങളുടെ വിലപ്പെരുപ്പം, അതും ഒരു താഴോട്ടുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. സോ RBIയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4% CPI ഇൻഫ്ലേഷൻ ടാർഗറ്റാണ് ഇൻ എ സസ്റ്റൈനബിൾ മാനർ. സോ ഇനി അടുത്ത ഒരു 2 മാസം കൂടെ, ഇപ്പോൾ ലാസ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുള്ളത് ഓഗസ്റ്റാണ്. സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ കൂടി ഇൻഫ്ലേഷൻ 4% താഴെ നിൽക്കുകയാണെങ്കിൽ, മറ്റുള്ള ഗ്ലോബൽ ഷോക്സ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ RBI ലെൻഡിങ് റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഒരു ഡിസംബറോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോട് RBI റേറ്റ് കട്ട് വരുന്നതിനോടുകൂടി തന്നെ ബാങ്കുകളും അവരുടെ ലെൻഡിങ് റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ, ഹോം ലോണോ ഓട്ടോ ലോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോൺ, കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് സൂചിപ്പിക്കുന്നത്. താങ്ക് യു.